നമസ്കാരം. കഴിഞ്ഞ ജനുവരി 21 കോഴിക്കോട് കാരന്തൂരിൽ വെച്ച് 227 ഗ്രാം MDMA-യുമായി രണ്ടുപേരെ പിടികൂടുമ്പോൾ രാജ്യവ്യാപകമായി നെറ്റ്വർക്കുള്ള വലിയൊരു മയക്കുമരുന്ന് ശൃംഖലയിലേക്കാണ് തങ്ങൾ പ്രവേശിച്ചിരിക്കുന്നതെന്ന് കുന്നമംഗലം പോലീസ് കരുതിയിരുന്നില്ല. മഞ്ചേശ്വരി സ്വദേശി ഇബ്രാഹിം മുസമിൽ, വെള്ളിപ്പറമ്പ് സ്വദേശി അഭിനവ് എന്നിവരെ പിടികൂടിയ പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണം സിനിമാ കഥ പോലെ അവിശ്വസനീയമാണ്. ആദ്യം മൈസൂരിലും പിന്നീട് പഞ്ചാബിലും ഒടുവിൽ ഡൽഹിയിലും എത്തിയാണ് കുന്നമംഗലം പോലീസ് MDMA കേസിലെ പ്രതികളെ പൊക്കിയത്. ഇപ്പോൾ മൊത്തം 10 പേർ കേസിൽ പിടിയിലായിട്ടുണ്ട്. മാസങ്ങൾ നീണ്ട ലഹരിവേട്ടയ്ക്കൊടുവിലാണ് കേരള പോലീസിന് ഈ നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. അന്താരാഷ്ട്ര ലഹരി വിൽപ്പനക്കാരനായ നൈജീരിയൻ പൗരൻ ഫ്രാങ്ക് ചിക്കൻ സി കച്ചുക എന്നയാളെയാണ് കഴിഞ്ഞ ദിവസം കുന്നമംഗലം പോലീസ് നോയിഡയിൽ നിന്നും പിടികൂടിയത്. നോയിഡയിൽ ഫാർമസിസ്റ്റായും ജോലി ചെയ്യുന്ന പ്രതി ഗാൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റിയിലെ MCA വിദ്യാർത്ഥിയാണ്. പഠിക്കുന്ന കോളേജിൽ വെച്ചാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ജനുവരിയിൽ കുന്നമംഗലത്തിന് സമീപം കാരന്തൂരിൽ വെച്ച് MDMA-യുമായി രണ്ടുപേർ പിടിയിലായ കേസിന്റെ തുടർച്ചയായാണ് നൈജീരിയൻ സ്വദേശി പോലീസ് വലയിലായത്. കേസിൽ അറസ്റ്റിലാവുന്ന 10ാമത്തെ പ്രതിയാണ് ഇയാൾ. ഇതേ കേസിൽ പിന്നീട് മൈസൂരുവിൽ വെച്ച് മുഹമ്മദ് ഷമീർ എന്നയാളും പിടിയിലായിരുന്നു. ഇവർക്ക് രാസലഹരി ലഭിച്ച വഴി തേടിയുള്ള പോലീസ് അന്വേഷണമാണ് വിദേശ പൗരന്മാരിലേക്ക് ഉൾപ്പെടെ എത്തിയത്. പ്രതികളെ തെളിവെടുപ്പിനായി ബംഗളൂരുവിൽ എത്തിച്ചപ്പോഴാണ് കൂട്ടുപ്രതികളെക്കുറിച്ച് മനസ്സിലാകുന്നത്. ഇവർ വാങ്ങിയ രാസലഹരിയുടെ പണം നിക്ഷേപിച്ച ബാങ്ക് അക്കൗണ്ടുകളും ഇവർ ഉപയോഗിച്ച വാട്സപ്പ് കോൾ വിവരങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഇതോടെ അന്വേഷണം നോയിഡയിലേക്കും പഞ്ചാബിലേക്കും പോലീസിനെ എത്തിച്ചു. വലിയ തുക ടാൻസാനിയൻ സ്വദേശികളുടെ അക്കൗണ്ട് വഴി നോയിഡയിൽ വെച്ചാണ് പിൻവലിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. തുടർന്ന് മാർച്ച് 14 ടാൻസാനിയൻ സ്വദേശികളായ ഡേവിഡ് എൻഡമി, അറ്റ്ക ഹരുണ എന്നിവരെ പിടികൂടിയതോടെയാണ് മുഖ്യകണ്ണിയായ ഫ്രാങ്ക് ചിക്കൻസിയിലേക്ക് അന്വേഷണം നീണ്ടത്. പഞ്ചാബിലെ പർഗാനയിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളായിരുന്നു ഡേവിഡ് എൻഡമിയും അറ്റക് ഹരുണയും. സർവകലാശാലയ്ക്ക് സമീപമുള്ള വീട്ടിൽ പെയിങ് ഗസ്റ്റായി താമസിക്കുന്നിടത്ത് നിന്നാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. ഇവരുടെ അക്കൗണ്ടിൽ 4 മാസത്തിനകം 1.3 കോടിയിലേറെ രൂപ എത്തിയതായി പോലീസ് കണ്ടെത്തി. പല ഇടനിലക്കാർ വഴി കേരളത്തിലേക്ക് MDMA എത്തിച്ച വകയിലുള്ള പണം കൈപ്പറ്റിയതും ഇവരുടെ അക്കൗണ്ട് വഴിയാണെന്ന് കണ്ടെത്തി. പിടിയിലായ ടാൻസാനിയൻ സ്വദേശികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇപ്പോഴുള്ളത്. ഇവരുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നതിനിടെ MDMA വാങ്ങിക്കാൻ ആവശ്യമായ പണം അയച്ചു നൽകിയ മറ്റൊരു അക്കൗണ്ട് കൂടി ശാസ്ത്രീയ പരിശോധന നടത്തിയതിൽ നിന്ന് നൈജീരിയൻ സ്വദേശിയിലേക്ക് അന്വേഷണം എത്തുകയായിരുന്നു. ഇയാളിൽ നിന്ന് 4 മൊബൈൽ ഫോണുകളിൽ നിന്നായി 7 സിം കാർഡുകളും കുറ്റവാളികൾ നിയമവിരുദ്ധമായി പണം കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നതായി സംശയിക്കുന്ന ബാങ്കുകളുടെ 2 ATM കാർഡുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ അക്കൗണ്ടുകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് വന്നു ചേരുന്നതെന്നും പണം എത്തുന്ന ദിവസം തന്നെ അത് പിൻവലിക്കുന്നതായുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷ് എയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ SI നിതിൻ, SCPമാരായ ബിജു മുക്കം, അജീഷ് താമരശ്ശേരി, വിജേഷ് പുല്ലാളൂർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ ലഹരി നിർമ്മാണ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചതായി പോലീസ് അറിയിച്ചു. ഒരു ചെറിയ സംഭവത്തിന്റെ ചൂടുപിടിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒരു വലിയ റാക്കറ്റിന്റെ ചിത്രമാണ് തെളിഞ്ഞിരിക്കുന്നത്. മെത്ത് എന്ന് വിളിക്കുന്ന MDMA ഇന്ത്യയിൽ വ്യാപകമാക്കിയത് നൈജീരിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കുന്നമംഗലം പോലീസിന്റെ അന്വേഷണത്തിൽ ഈ വാദത്തിന് അടിവരയിടുന്നു. ഇതാണ് ഇന്ത്യയിലും കുടിൽ വ്യവസായം പോലെ ആക്കിയത്. പഠനം, ജോലി തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലെത്തിയ ആഫ്രിക്കൻ സ്വദേശികൾ ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിലെത്തിയാണ് മെത്ത് നിർമ്മാണം ഇന്ത്യയിൽ തുടങ്ങിയതെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഡിറ്റർജന്റ്, പെർഫ്യൂം തുടങ്ങിയവ നിർമ്മിക്കുന്ന ചെറുകിട വ്യവസായ സംരംഭകരെ പാട്ടിലാക്കിയാണ് MDMA നിർമ്മാണം. ഇവരുടെ നിർമ്മാണ കേന്ദ്രത്തിൽ ഒരു വശത്ത് ചെറിയ മുറി തരപ്പെടുത്തി ലാബ് സ്ഥാപിക്കും. രാസവസ്തുക്കളിൽ ചിലതിൽ മറ്റു ചില രാസവസ്തുക്കൾ ചേർത്ത് നിശ്ചിത താപനിലയിൽ ചൂടാക്കിയാണ് MDMA നിർമ്മിക്കുന്നത്. പൊടി രൂപത്തിലാണിത്. ചിലയിടത്ത് ഗുളിക രൂപത്തിലായിരിക്കും. രാസവസ്തുക്കൾ കൃത്യമായ അനുപാതത്തിൽ ചേർത്ത് ചൂടാക്കിയാലേ ഫലം ലഭിക്കൂ. ഇക്കാര്യത്തിൽ ആഫ്രിക്കൻ വംശജർക്കാണ് പ്രാവീണ്യം. ആദ്യകാലത്ത് ഇതിന്റെ കൂട്ട് ആഫ്രിക്കക്കാർക്ക് മാത്രമാണ് അറിയാമായിരുന്നത്. കുക്കിംഗ് എന്നാണ് MDMA നിർമ്മാണം അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിൽ രാസലഹരി നെറ്റ്വർക്ക് എത്ര ശക്തമാണെന്ന് തെളിയിക്കുന്ന കേസ് കൂടിയാണിത്.